ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ന് തൊട്ട് നോക്കാനായിട്ട് പോകുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ് ആണ്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയിനെ പറ്റിയുള്ള വീഡിയോസിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഇന്ന് ആക്ച്വലി കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ 4ാമത്തെ മൊഡ്യൂൾ, അതായത് സ്മാർട്ട് കോൺട്രാക്റ്റിനെ പറ്റിയിട്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിനെ പറ്റിയിട്ടാണ് ബേസിക്കലി നമ്മൾ ഇന്ന് തൊട്ട് ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഇന്നോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്മാർട്ട് കോൺട്രാക്റ്റ് ഡിസ്കസ് ചെയ്യും, പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് സ്മാർട്ട് കോൺട്രാക്റ്റ്, ടെംപ്ലേറ്റ്, ഒറാക്കിൾസ്, ടൈപ്പ് ഓഫ് ബ്ലോക്ക് ചെയിൻ ഒറാക്കിൾ, ഡിപ്ലോയിങ് ദ സ്മാർട്ട് കോൺട്രാക്ട്, അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. ഇതിന് ശേഷം നമ്മൾ ഇതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പാർട്ട് 2-ൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. റൈറ്റ്, അപ്പോൾ നമുക്ക് എന്താണ് ഒരു സ്മാർട്ട് കോൺട്രാക്ട് അല്ലേ. അപ്പോൾ ഈ സ്മാർട്ട് കോൺട്രാക്ട് നമ്മൾ പേരുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് ആൻ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ പ്രോട്ടോകോൾ ദാറ്റ് എക്സിക്യൂട്ട് ദ ടേം ഓഫ് എ കോൺട്രാക്ട്. അതായത് ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം മാറ്റി വെച്ചിട്ട് സാധാരണ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടാൾക്കാർ തമ്മിലുള്ള കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു നിഗമനം അല്ലെങ്കിൽ ഇന്നതാണ് അവർ ചൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു എഴുതി വെക്കുന്ന ഒരു രേഖ, അതൊക്കെയാണ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ തന്നെ കോൺട്രാക്ട്, അപ്പോൾ അങ്ങനെ നമ്മുടെ സ്മാർട്ട് കോൺട്രാക്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്ക് ചെയിനിലുള്ള കോൺട്രാക്റ്റുകളുടെ ടേംസ് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് ആക്ച്വലി ഈ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ. പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് റൂൾസ്, അതായത് കുറച്ചും കൂടി നമുക്ക് ലളിതമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുക. ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒരാളുടെ കയ്യിലേക്ക് പൈസ അയക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ അല്ലാത്ത പക്ഷം എങ്ങനെ ചെയ്യുന്നത്, ഒരു സെൻട്രലൈസ്ഡ് ഉള്ള ഒരാൾ ഓക്കെ കൺഫേം ചെയ്യുന്നു. പക്ഷേ നമ്മൾ ബ്ലോക്ക് ചെയിൻ അങ്ങനെയാണോ? അല്ല. അങ്ങനെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് നമ്മുടെ കോഡ് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും അത് കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന പൈസ ഇവിടെ എത്തുമ്പോൾ തിരിച്ച് അങ്ങോട്ട് പൈസ പോകണം നമ്മൾ എഴുതി വെക്കും, അല്ലെങ്കിൽ അതൊരു പ്രോഗ്രാം ചെയ്ത് വെക്കും. അതിന് നമ്മൾ കോൺട്രാക്റ്റ് ആണ് സിംപ്ലി പറയുക കേട്ടോ. ആക്ച്വലി ഞാനിത് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എഴുതി വെക്കുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടൊരു പൈസ ചെല്ലുമ്പോൾ കൺഫർമേഷൻ പോകണമെന്നോ, അല്ലെങ്കിൽ അങ്ങോട്ടൊരു പൈസ ചെല്ലുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പൈസ വേണം എന്നൊക്കെ നമുക്ക് ഒരു സെൻട്രൽ കൺട്രോൾ ഇല്ലാതെ നമ്മൾ ഒരു ലോ അല്ലെങ്കിൽ ഒരു കോഡ് എന്ന രീതിയിൽ കോഡ് ചെയ്ത് വെക്കും. അതിന് നമ്മൾ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ സ്മാർട്ട് കോൺട്രാക്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ പ്രോട്ടോകോൾ, അതായത് റൂളാണിത്. എന്തിനുള്ള റൂള്? ആ റൂൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആക്ച്വലി വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു റൂളാണ് ആക്ച്വലി എന്തെന്ന് പറയാം ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. റൈറ്റ്, അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ജനറൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറയുന്നുണ്ട്. കോൺട്രാക്ടറൽ കണ്ടീഷൻസ് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരാൾക്ക് ഒരു പൈസ അയക്കണമെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അത് വർക്കൗട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ അതൊക്കെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു റിക്വസ്റ്റ് പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിക്കോളും. റൈറ്റ്, അതായത് ഒരു തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ ഒന്നും വേണ്ട. നമ്മൾ പറയുന്ന ട്രസ്റ്റഡ് തേർഡ് പാർട്ടി ഇൻ്റർമീഡിയറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു മലീഷ്യസ് അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ടുള്ള എക്സെപ്ഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. കാര്യം പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കും, അപ്പോൾ അബദ്ധത്തിലൊന്നും സംഭവിക്കത്തില്ല. പിന്നെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ സെക്യൂർ ആൻഡ് അൺസ്റ്റോപ്പബിൾ. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സ്മാർട്ട് കോൺട്രാക്ട് ഈസ് എ സെക്യൂർ ആൻഡ് അൺസ്റ്റോപ്പബിൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം റെപ്രസെൻറ്റിംഗ് ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആൻഡ് എൻഫോഴ്സിബിൾ. അതായത് ഒരു സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കോഡ് എഴുതി വെക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. റൈറ്റ്, അതെന്ന് പറഞ്ഞാൽ അൺസ്റ്റോപ്പബിൾ ആൻഡ് സെക്യൂർ. അത് വളരെ അത് ആർക്കും പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റത്തില്ല. അതുപോലെ അത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആയതുകൊണ്ടുള്ള അത് വർക്ക് ചെയ്തോളും. റൈറ്റ്, അപ്പോൾ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? അതൊരു എഗ്രിമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. റൈറ്റ്, ആ ഒരു എഗ്രിമെൻറ്റിനെയാണ് ഈ ഒരു, അതായത് ഒരു എഗ്രിമെൻറ്റ് എന്താണോ, ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് പൈസ കൊടുത്തു എന്ന് വിചാരിക്കും. നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ ഒരാൾ അങ്ങോട്ട് പൈസ കൊടുത്ത് അപ്പോൾ അയാൾക്ക് തിരിച്ച് ഒരു റെസിപ്റ്റ് കൊടുക്കണം. അത് ജനറൽ കാര്യം, ഇതിൻ്റെ അകത്തല്ല. അങ്ങനെ ഒരു ജനറൽ എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതുപോലുള്ള എഗ്രിമെൻറ്റിനെ ഒരു കോഡാക്കി എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള എഗ്രിമെൻറ്റിനെ ഒരു കോഡാക്കി റെപ്രസെൻറ്റ് ചെയ്യണം ഈ സ്മാർട്ട് കോൺട്രാക്ട് എന്ന്. അപ്പോൾ ദാറ്റ് റെപ്രസെൻറ്റിങ് ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ടബിൾ. അത് ആരും വന്നിച്ചും അല്ലെങ്കിൽ ഇപ്പം അങ്ങോട്ടൊരു പൈസ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്തു, അപ്പോൾ ഇന്ന എഗ്രിമെൻറ്റ് ആരും വന്നിച്ചും അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല. ഓട്ടോമാറ്റിക്കലി അത് എക്സിക്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ അത്
എൻഫോഴ്സിബിൾ ചെയ്യും, അതായത് ഓട്ടോമാറ്റിക്കലി അത് പ്രാബല്യത്തിലാകും. അതാണ് അവിടെ പറയുന്ന കാര്യം. അപ്പോൾ ബേസിക്കലി സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? അതൊരു എഗ്രിമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആ എഗ്രിമെൻറ്റ് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ ഇതാണ് ബേസിക്കലി സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. പിന്നെ അത് വർക്ക് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൾ ഇവിടെ പറയുന്നുണ്ട്, ഇത് കോഡ് ഈസ് ലോ, ദ ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോഡാണ് ഇവിടുത്തെ ലോ എന്ന് പറഞ്ഞത്. അതായത് ഇവിടെ ബേസിക്കലി ഒരു തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ ഒന്നും വരുന്നില്ല. അതാണ് പറയുന്നത്, ഒരു തേർഡ് പാർട്ടിയുടെ എൻഫോഴ്സ്മെൻറ്റോ കൺട്രോളിങ്ങോ ഒന്നും വരുന്നില്ല. സെൻട്രലൈസ്ഡിലാണെങ്കിൽ എന്താ, ഒരു തേർഡ് പാർട്ടി ആയിരിക്കും എൻ്റെ കൺഫർമേഷൻ കൊടുക്കുക. പിന്നെ ദേ ആർ സെക്യൂർ ആൻഡ് അൺസ്റ്റോപ്പബിൾ, വിച്ച് മീൻസ് ദാറ്റ് ദെയർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആർ ഫോൾട്ട് ടോളറൻസ്. ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, അതായത് ഈ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഫോൾട്ട് ടോളറൻ്റ് ആണ്. അതായത് ഈവൻ അവിടെ എന്തെങ്കിലും ഒരു നോഡ് ഫോൾട്ടായി പോവുകയാണെങ്കിൽ കൂടി അതൊന്നും കൺസിഡർ ചെയ്യാതെ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈമിൽ ഇത് വർക്ക് ഔട്ട് ചെയ്യുകയും ചെയ്യും, റൈറ്റ്. അപ്പോൾ ഇതാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ, ഇതൊരാളാന്ന് വെക്കുക, റൈറ്റ്, ഇത് വേറൊരാളാന്ന് വെക്കുക, ഓക്കെ. അപ്പോൾ ഇയാൾക്കൊരു പൈസ അയക്കാമെന്ന് വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഇൻ ബിറ്റ്വീൻ ചെയ്യുവാണെങ്കിൽ സാധാരണഗതിയിൽ ഇതിൻ്റെ കൺഫർമേഷനൊക്കെ ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരാളാണ് കൺട്രോൾ ചെയ്യുകയെന്ന് വിചാരിക്കുക, റൈറ്റ്. ഈ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൺഫർമേഷനും കാര്യങ്ങളും ബേസിക്കലി എന്താണ്, ഒരു കോഡ് എഴുതി വെച്ചിരിക്കണം. അപ്പോൾ ഇയാൾ ഇങ്ങോട്ടൊരു ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് പോയിരിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിച്ച് കൺഫർമേഷൻ എത്തിയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഒരു കോഡാക്കി വെച്ചിരിക്കുക. അത് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്തോളും. കാര്യം ഇതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ തിരിച്ച് എന്താണോ അവിടെ പറയുന്ന ആക്ഷൻ, അല്ലെങ്കിൽ എന്താണോ അവിടെ പറയുന്ന കോൺട്രാക്ട്, അതൊരു കോഡാക്കി എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്തോളും. അപ്പോൾ ഇവിടെ ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരാളുടെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ബേസിക്കലി സ്മാർട്ട് കോൺട്രാക്ട്. ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞതാണ്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് എ സ്മാർട്ട് കോൺട്രാക്ട് നോക്കാം. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് എ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഇത് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യും. കാര്യം ആരുടെയും ഇൻ്റർവെൻഷൻ്റെ ആവശ്യമില്ല. എൻഫോഴ്സിബിൾ ആണ്, അതായത് എല്ലാ സ്ഥലത്തും പ്രാബല്യത്തിലാവും. അതുപോലെ തന്നെ സെക്യൂർ ആണ്, ഇത് ആർക്കും വന്നേച്ചും അതായത് ഒരു ഹാക്കറിനൊന്നും വന്നിട്ട് തിരുത്താനോ കാര്യങ്ങളൊന്നും വരത്തില്ല. വളരെ സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡിറ്റർമിനിസ്റ്റിക്സ്, അതായത് ഇത് എൻഷുർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ഔട്ട്പുട്ടിനെ, മനസ്സിലായോ, അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം ഔട്ട്പുട്ട് ഫോർ ദ സ്പെസിഫിക് ഇൻപുട്ട്, ഒരു സ്പെസിഫിക് ഇൻപുട്ടുകൾക്ക് ഒരു സെയിം ഔട്ട്പുട്ട് തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും, റൈറ്റ്. അതായത് ഇന്ന ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അതെപ്പോഴും ഒരേ ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ സെമാൻറ്റിക്കലി സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഴ്സിനും പീപ്പിൾസിനും മീനിങ് ഫുൾ ആയിരിക്കും. ആൻഡ് ദെൻ അൺസ്റ്റോപ്പബിൾ, അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വേഴ്സറീസ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ആരുമല്ല, ഈ ഹാക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊന്നും ഇതിൽ കയറി അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ എക്സിക്യൂഷനൊന്നും തടയാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. പിന്നെ ഈ സ്മാർട്ട് കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക്കലി ഇൻ എ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈം. ഡിറ്റർമിനിസ്റ്റിക്കലി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഇൻപുട്ടിനെ ഒരു സെയിം ഔട്ട്പുട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ എക്സിക്യൂഷൻ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഇതാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത്, ഇതാണ് ബേസിക്കലി ഒരു പ്രോപ്പർട്ടീസ് ഓഫ് എ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എന്താണ് സ്മാർട്ട് കോൺട്രാക്ട് എന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് എ സ്മാർട്ട് കോൺട്രാക്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ കമൻറ്റിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ബൈ.